ഇന്നൊരു തൈ നടാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കുഴി എടുക്കുകയാണ്. കുഴി എടുക്കുമ്പോൾ കുറച്ച് ആഴത്തിലെടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് വളങ്ങളും പച്ചിലകളൊക്കെ ഇടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നതാണ് ഈ പപ്പായയുടെ ഇല. പപ്പായയുടെ ഇല എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അതിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വേണം എല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ എളുപ്പമുണ്ടാകും. പിന്നെ ചാണകപ്പൊടിയാണ്. പിന്നെ നമ്മളിടുന്നത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടിയും നമുക്ക് ചെറുതാക്കി ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അധികം കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറുതാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ കുഴിയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റാണ് ഇട്ടത്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പയറിൻ്റെ തൊലി, സബോള അങ്ങനെയുള്ള ഏത് വേസ്റ്റായാലും ഇതുപോലെ ആദ്യം തന്നെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയുടെ ഇലയും പിന്നെ നമ്മുടെ തീറ്റപ്പുല്ല് പശുവിന് കൊടുക്കണ പുല്ലിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഇലയൊക്കെ കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതാക്കി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ചാണകപ്പൊടിയോ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ വളങ്ങളൊക്കെ ഒന്ന് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ട് കൊടുക്കുന്നത്. അതുപോലെ പിണ്ടി നമ്മൾ അരിഞ്ഞു വെച്ച പിണ്ടി എപ്പോഴും തണവിനൊക്കെ നല്ലതാണ്. ഈ ചൂടുകാലം ആയതുകൊണ്ട് വെള്ളമൊക്കെ നിൽക്കാനായിട്ട് പിണ്ടി നല്ലതാണ്. അപ്പോൾ പിണ്ടിയും ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കാവുന്നതാണ്. മണ്ണ് ഫുള്ളിട്ട് മൂടരുത്. ഒരുവിധം നന്നായി മൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ അതിലേക്ക് കുറച്ച് ഇലകൾ ഇട്ട് കൊടുക്കേണ്ടത്. ഉണക്ക ഇലകളൊക്കെ പുതയിട്ട് കൊടുക്കുന്ന പോലെ കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പടിയിൽ. അങ്ങനെ ഇലയിട്ട് കൊടുത്തിട്ട് പിന്നെയും മണ്ണിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് വേണം നമ്മളെപ്പോഴും തൈകൾ വയ്ക്കാനായിട്ട്. അപ്പോൾ ശരിക്കും വളങ്ങളൊക്കെ വലിച്ച് വേഗം തൈ വളരുകയും ചെയ്യും. ഇത് നമ്മുടെ നിത്യവഴുതനയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകുന്നത്. നിത്യവഴുതന എപ്പോഴും നമുക്ക് വഴുതന കിട്ടും. അപ്പം നമുക്കിത് ഇതുപോലെ ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് തൈ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല തൈ നമുക്ക് മുളപ്പിച്ച് വെച്ചിട്ട് തൈ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തൈ വയ്ക്കുമ്പോൾ നമുക്ക് വേഗം വളർന്ന് കിട്ടുകയും ചെയ്യും. വളങ്ങളൊക്കെ വേഗം നന്നായി വലിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് വെച്ച് കൊടുക്കാം. ഏത് തൈ ആയാലും നമുക്കിതുപോലെ വെച്ച് കൊടുത്താൽ മതി. മുളകും തൈയോ അല്ലെങ്കിൽ ഏത് തൈ ആയാലും ഇങ്ങനെ അടിയിൽ പച്ചിലകളും വളങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഗ്രോ ബാഗിലായാലും നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ചെയ്യാം കേട്ടോ. കരിയിലയും പിണ്ടിയും ഒക്കെ വെട്ടിയിട്ട് നമുക്ക് ഗ്രോ ബാഗിലും വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തൈയൊക്കെ റെഡിയായി. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.